ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബനാന കേക്കാണ്. ഇത് നല്ല ടേസ്റ്റി ആയ കേക്കാണ്. ക്രീമിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. നല്ല പെർഫെക്റ്റ് ബനാന കേക്കാണ് കേട്ടോ. നല്ല ഈസിയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു കേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ കാരമൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതേ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പഞ്ചസാരയൊക്കെ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ചെറുതായിട്ട് കട്ട കുത്തുന്നത് പോലെ തോന്നും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നല്ലപോലെ 1 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ക്ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ 250 ml 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണ നല്ലപോലെ അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ് എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ചെയ്തിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കാരമൽ ചെയ്ത് കുറച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് അരിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് നല്ലപോലെ പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. തൊലി കറുത്ത് പോയതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനിത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ട്രേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ താന്നു പോവില്ല കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് എനിക്ക് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു വെയിറ്റും വെച്ച് കൊടുക്കാം. നമുക്കിത് കുക്കറിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു 50 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല ഈസിയാണ്. അപ്പോൾ ഇത് നമ്മൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ട്രേയിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പൊങ്ങി വരുന്ന സമയത്ത് ഇത് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേക്ക് ഇത് നല്ല റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ബനാന കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതൊന്നും എന്തായാലും മനസ്സിലാവില്ല, അത്രക്കും ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കല്ലേ. താങ്ക് യു.